ഷൈൻ ഷൈൻ ഇവിടെ മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗമാണ് ഇന്നും. മമ്മൂക്കാടെ എല്ലാ സിനിമയിലും ഇപ്പൊ വരുന്നുണ്ട്. ഈ സിനിമയില് ഒരു സീനാണെങ്കിലും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഓട്ടത്തിലാണെങ്കിലും ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഓടുന്നു. എല്ലാം മമ്മൂക്കായുമായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്നത് എങ്ങനെയാണ്? സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ലാലേട്ടന്റെ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നെങ്കിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ലാലേട്ടനോടുള്ള ഇഷ്ടം അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും മമ്മൂക്കാനെ കണ്ട ശേഷം മമ്മൂക്കാനോടാണ് കൂടുതൽ ഇഷ്ടം. കാണുന്നവരെ അതങ്ങനെ ആയിരുന്നില്ലെങ്കിലും കണ്ടതിന് ശേഷം ഓരോ പടം കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കറിയാലോ അതെങ്ങനെയാണെന്നുള്ളത്. അപ്പൊ മമ്മൂക്ക എപ്പോ വിളിച്ചാൽ ഞാൻ റെഡിയാണ്. മമ്മൂക്ക കമ്പനി ആണെങ്കിലും കമ്പനി അല്ലെങ്കിലും. നമുക്ക് ഈ അടുത്ത സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്തത് മമ്മൂക്ക സിനിമയോട് കാണിച്ച ഒരു സന്നദ്ധതയെ പറ്റിയാണ്. രേഖാചിത്രം എന്നുള്ള ഒരു സിനിമ മമ്മൂക്ക എന്ന ഒരു നടന്റെ ഒരു എസ് ഇല്ലെങ്കിൽ സംഭവിക്കുകയില്ലായിരുന്നു. കാരണം മമ്മൂക്ക തന്നെ ഭാഗമായിട്ടുള്ള വലിയൊരു സിനിമയുടെ ചുറ്റും ഒരു ക്രൈം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് അത്. എത്രയാൾ കണ്ട് ഗുഡ്വില്ലിനെ ബാധിക്കാം. മമ്മൂക്ക തന്നെ അത് ചിലപ്പോൾ പ്രശ്നങ്ങളായി മാറിയേക്കാം, ക്രിയേറ്റീവ് സ്പേസ് ആണെങ്കിൽ പോലും. എന്നാൽ പോലും അതിന് സിനിമയുടെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവസാനം ഒരു ഡയലോഗ് പോലും അതിനു വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്ന ചെറിയൊരു ഗ്യാപ്പിൽ ഡബ് ചെയ്ത് കൊടുത്ത് മമ്മൂക്ക എന്ന വിളിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി. ഇപ്പോൾ മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ സിനിമ ആഗ്രഹത്തിന് വേണ്ടി കാണിക്കുന്ന സന്നദ്ധത, ആ ചിന്ത, ആ ഒരു ആഗ്രഹം അതെവിടെ നിന്ന് വരുന്നു? അത് ആ സിനിമയുടെ കഥയിൽ, സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട്. അപ്പൊ അതിനോട് ഞാൻ മാറിയെന്ന് കഴിഞ്ഞാൽ ആ സിനിമ ആവില്ല. ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നതൊക്കെ എന്റെ സ്വന്തം അനുഭവങ്ങളാണ്. മമ്മൂട്ടി ചേട്ടാന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയത് ഞാൻ പറഞ്ഞില്ല, അതൊന്നും പറഞ്ഞിട്ടുണ്ടെന്നില്ല. അപ്പൊ അതിന് സ്വാഭാവികമായിട്ട് നമ്മളില്ലെങ്കിൽ പിന്നെ അവർക്കത് എടുക്കാൻ പറ്റാതെ വളരെ ബ്രില്യൻ തോട്ടാണ്. അങ്ങനെ ഇല്ലാത്ത, അതായത് ഈ പാരലൽ ഹിസ്റ്ററിയിൽ നമുക്ക് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് അങ്ങനെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണേ. അത്രേ മലയാളം ഒഴിപ്പോട് സംസാരിക്കുന്ന കാര്യത്തിലൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ ആ ഘട്ടത്തിലൊക്കെ മമ്മൂക്കയുടെ ആ ഒരു സാന്നിധ്യം എത്രത്തോളം ഗുണം ചെയ്തു? ഡബിങ്ങിന്റെ കാര്യത്തിലൊക്കെ മമ്മൂക്ക അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗുണം ചെയ്തോ അതോ ഒരു അതായത് കുറച്ച് കോൺഷ്യസ് ആവും. ഞാൻ മലയാളത്തിൽ വീട്ടിൽ സംസാരിക്കില്ല, അതുകൊണ്ട് കുറച്ച് കോൺഷ്യസ് ആണ്. പക്ഷെ ഡയലോഗ് പറയാൻ ബുദ്ധിമുട്ടില്ല. പുള്ളി സ്വന്തമായിട്ട് ഭാഷ ഉണ്ടാക്കി സംസാരിക്കുമ്പോഴും നമ്മളോട് സെറ്റിൽ സംസാരിക്കുമ്പോൾ നല്ല കുറച്ച് മലയാളം പറയും. നിങ്ങൾ ഇത്രയും പേര് മുഴുവൻ ഭയങ്കര മലയാളിക്കാരാണെന്ന് വെച്ച് പഠിച്ചിട്ടാണ്. ഞാൻ സാറിന്റെ ഡയലോഗ്സ് ഒക്കെ സ്പോട്ടിൽ മലയാളത്തിലാണ് പറഞ്ഞത്. ആൻഡ് ബസൂക്കയിൽ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ്. അതിന് മുമ്പ് ഞാൻ ട്രാൻസ് ചെയ്തില്ല, അതും ലൈവ് സൗണ്ട് ആയിരുന്നു, സിംഗ് സൗണ്ട് ആയിരുന്നു. ഇതിൽ സാറിന്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു നെർവസ് ഉണ്ടായിരുന്നു. പക്ഷെ സാറ് ഇത് ഡു ഇറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ഈ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഒബ്ജക്ട്സിന്റെ സൗണ്ട്സ് വരാൻ പാടില്ല. അങ്ങനെ ഒരു ചെറിയൊരു അഡ്വൈസ് സാർ ഫസ്റ്റ് തന്നെ എനിക്ക് കൊടുത്തു. ആൻഡ് ഇറ്റ് വാസ് ഈസി ടു ആക്ട് വിത്ത് സാർ. ആൻഡ് ഡയലോഗ്സ് കൊടുത്താൽ ഞാൻ ഏത് ലാംഗ്വേജിൽ ഞാൻ പറയും, അത് കുഴപ്പമില്ല. എന്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ട് സിംഗ് സൗണ്ട് ചെയ്യുന്ന ഒരു പടം കണ്ടുകൊണ്ടേയും എന്ന് പറയും തമിഴ് പടമാണ്. പക്ഷെ അതിനകത്ത് മുഴുവനായിട്ടില്ല, ഒരു 40% ഉണ്ട്. ആ സിംഗ് സൗണ്ടിന്റെ സൗണ്ടാണ് സിനിമയിലുള്ളത്. പല നല്ല സീനുണ്ട്. അതിന്റെ ഗുണവും ഇവിടെ കഴിഞ്ഞ ഒരു 2 വർഷത്തെ എല്ലാ മെഗാ റൗണ്ട് ടേബിളുകളിലും എല്ലാ സിനിമാ ചർച്ചകളിലും എല്ലാവരും നോക്കുന്നത് മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഫിലിമോഗ്രഫി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. ശരിക്കും ഇന്ത്യ മൊത്തം ഇത്രയും ചർച്ച ചെയ്യുമ്പോ ശരിക്കും എന്താ മമ്മൂക്കയ്ക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ മോട്ടിവേഷൻ എന്നല്ലോ ഇനിയും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഈ ചർച്ചകളൊക്കെ മമ്മൂക്ക എത്രത്തോളം അറിഞ്ഞിരുന്നു എന്നുള്ളതൊന്നും അറിഞ്ഞത്? ചർച്ചകൾ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ചോദ്യത്തിന് ഉത്തരവുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇത്രയും നമുക്ക് നമ്മുടെ വലിയ ഉത്തരവാദിത്തമുണ്ട്. ആളുകൾ അവിടെ ഇന്ത്യ കുറഞ്ഞ പക്ഷം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയിലെ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി നമ്മൾ കുറച്ചുകൂടെ മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടിയിരിക്കും. നീന എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ രാം ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോർപ്പറേറ്റ് ലുക്കുള്ള ഒരാൾ വേണം, അതുകൊണ്ട് നായകനായിട്ടാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു റോൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്രീഫ് ഈ റോളിന് വേണ്ടി?
കോൾ ഉണ്ട് അവൻ വരണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ബ്രീഫ് വെച്ചല്ല പോയത്. കോള് തന്നു. ഹലോ, കോള് വന്നത് മമ്മൂട്ടി കമ്പനിന്നാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കോളാണ്. പിന്നെ അത് ഗൗതം മേനോൻ ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ ക്യാരക്ടർ ചോദിച്ചിട്ടല്ല പോയത്. ആക്ച്വലി ഞാൻ ചെന്ന് ഇരുന്ന ദിവസം കാരോളിൽ വെച്ചാണ് ബ്രീഫ് ചെയ്തത്. എനിക്ക് ക്യാരക്ടർ അറിയാവുന്നത്. ഐ നോ കസിൻ സർ പേഴ്സണലി ബട്ട് നോട്ട് വർക്ക് ടുഗദർ. അപ്പൊ അന്ന് കാരോളിൽ വെച്ചാണ് ക്യാരക്ടർ പറയുന്നത്. അപ്പൊ തന്നെ അതിലേക്ക് അല്ലാതെ ക്യാരക്ടർ കേട്ട് മനസ്സിലാക്കി പോയ ഒരു കോളല്ല. സോഷ്യൽ മീഡിയ